കഥയുടെ തുടക്കത്തിൽ തന്നെ ജോഡിയും അവളുടെ ബോയ് ഫ്രണ്ട് കെവിനും കൂടി അമേരിക്കയിലെ ഒരു ഗ്രോസറി ഷോപ്പിലേക്ക് വരികയാണ്. കടയ്ക്കുള്ളിൽ കയറി പരസ്പരം കിസ് ചെയ്ത ശേഷം പെട്ടെന്ന് ഗണ്ണെടുത്ത് അവിടെയുള്ള ആളോട് പണം തരാൻ ആവശ്യപ്പെടുകയാണ്. എന്നാൽ പണം കൊടുത്തുവെങ്കിലും അവിടെയുള്ളൊരു ലോക്കർ തുറക്കാൻ പറഞ്ഞിട്ട് അയാൾ തുറന്നില്ല. ജോഡി അയാളെ വെടിവെക്കാനായി ഗണ്ണ് ട്രിഗർ ചെയ്തു. എന്നാൽ ഇതേ സമയം അമേരിക്കയിലെ മറ്റൊരിടത്ത് ഒരു പെൺകുട്ടി കാട്ടിൽ അകപ്പെട്ടു പോയിരിക്കുകയാണ്. പേടിച്ച് അവൾ ആ കാട്ടിലൂടെ നടക്കുമ്പോൾ മരം കൊണ്ടുണ്ടാക്കിയ ഒരു വീട് കാണും. അവൾ അവിടേക്ക് പോകും. അവൾക്ക് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോൾ അവിടെ ഒരു പൊട്ടിപ്പൊളിഞ്ഞ റേഡിയോ ഇരിപ്പുണ്ടായിരുന്നു. നല്ല വിശപ്പുണ്ടായിരുന്ന അവൾ അവിടെ അടുത്തുണ്ടായിരുന്ന കുറച്ച് ധാന്യങ്ങൾ എടുത്ത് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആ വീടിനുള്ളിലേക്ക് ഒരുത്തൻ ഒരു ആയുധവുമായി വരും. എന്നാൽ അവൾ അവിടെ പതുങ്ങിയിരിക്കും. അവൻ അവിടെ നിന്ന് പോയ ഉടനെ തന്നെ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. എന്നാൽ അവൾ അവിടെ നിന്ന് നേരെ ഓടിയെത്തുന്നത് അവൻ്റെ മുന്നിലേക്കാണ്. അവൾ നന്നായി പേടിച്ചു എന്ന് മനസ്സിലാക്കിയ അവൻ അവളോട് പറഞ്ഞു, എൻ്റെ പേര് സാം എന്നാണ്, പേടിക്കണ്ട എന്ന് പറഞ്ഞ് സാം അവളെയും കൂട്ടി ആ വീട്ടിലേക്ക് പോയി വീണപ്പോൾ ഉണ്ടായ പരിക്കിൽ മരുന്ന് വെച്ച് കൊടുക്കും. എന്നിട്ട് അവൾ അവനോട് പറയും, എൻ്റെ പേര് സമാന്ത എന്നാണ്, ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇതിലെ വരികയായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ കാറിലെ പെട്രോൾ തീർന്നു പോയി. അങ്ങനെ ഭർത്താവ് പെട്രോൾ വാങ്ങാനായി എന്നെ കാറിലിരുത്തി പോയതാണ്. ഇത്രയും നേരമായിട്ടും ഹസ്ബൻഡ് മടങ്ങി വന്നില്ല. അങ്ങനെയാണ് ഞാൻ ഈ കാട്ടിൽ കുടുങ്ങിപ്പോയതെന്ന് സമാന്ത സാമിനോട് പറയും. അങ്ങനെ സമാന്തയ്ക്ക് കൂട്ടായി സാമും ആ കാറിന്റെ അടുത്തേക്ക് പോയി. കാറിലിരിക്കുമ്പോൾ സാം സമാന്തയോട് പറയും, ഞാൻ ഇവിടെ വന്നിട്ട് 3 ദിവസമായി. എൻ്റെ കാറ് തൊട്ടടുത്ത് വെച്ച് ആക്സിഡന്റ് ആയി. അങ്ങനെയാണ് ഞാൻ ഇവിടെ പെട്ടത് എന്ന് പറയും. എന്നാൽ ഒരുപാട് നേരം കാത്തിരുന്നിട്ട് സമാന്തയുടെ ഹസ്ബൻഡ് വരാത്തത് കൊണ്ട് അവിടെ ഒരു സൈനും വെച്ച് അവർ നേരെ തിരിച്ച് ആ വീട്ടിലേക്ക് തന്നെ പോകും. അങ്ങനെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ സാം സമാന്തയോട് ചോദിക്കും, നിങ്ങൾ എവിടെ പോവുകയായിരുന്നു എന്ന്. എന്നാൽ ഞാൻ പ്രഗ്നന്റ് ആണ്, ആ കാര്യം എൻ്റെ ഹസ്ബൻഡിന്റെ പാരൻസിനെ അറിയിക്കാൻ വേണ്ടി പോയതാണെന്ന് പറയും. അങ്ങനെ ഒരു ദിവസം കടന്നു പോകും. സാം തന്റെ ആക്സിഡന്റായ കാറിൽ നിന്ന് കുറച്ച് പെട്രോളും ഒരു ഷൂസും എടുക്കാനായി കാറിന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നാൽ ഇതേ സമയം പുറത്തെന്തോ ശബ്ദം കേട്ട് സമാന്ത വീടിന് പുറത്തേക്ക് വരും. അപ്പോഴാണ് ജോഡി ആ വീടിന് മുന്നിൽ ബോധമില്ലാതെ കിടക്കുന്നത് അവൾ കാണുന്നത്. സമയം ഒരുപാട് കടന്നുപോയെങ്കിലും ജോഡിക്ക് ബോധം വന്നില്ല. സമാന്ത അവിടെ ഇരുന്നൊരു ടോയിൽ ടച്ച് ചെയ്ത ശബ്ദം കേട്ട് ജോഡി ഉണർന്നു. എന്നാൽ സമാന്ത തന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നതാണെന്ന് കരുതി ജോഡി അവിടെ ഇരുന്നൊരു കമ്പെടുത്ത് സമാന്തയ്ക്ക് നേരെ വന്ന ശേഷം എൻ്റെ ബോയ് ഫ്രണ്ട് എവിടെയാണ് എന്ന് ചോദിക്കും. എന്നാൽ സമാന്ത പറയും, ഞാനും നിന്നെ പോലെ ഇവിടെ പെട്ടുപോയതാണ്, ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് എനിക്കറിയില്ല എന്ന്. ഇത് കേട്ട ജോഡി തന്റെ ബോയ് ഫ്രണ്ടിനെ അന്വേഷിച്ച് അവിടെ നിന്ന് പോയി. എന്നാൽ അപ്പോഴേക്കും കാറിൽ നിന്ന് പെട്രോളും ഒരു പേർ ഷൂസും എടുത്ത് തിരിച്ചു വരുന്ന വഴിക്ക് സാം പെട്ടെന്നൊരു വെടിശബ്ദം കേട്ട് പേടിച്ച് വീഴും. ബോയ് ഫ്രണ്ടിനെ അന്വേഷിച്ച് പോയ ജോഡിയും ഈ വെടിശബ്ദം കേൾക്കുന്നു. സാം അവിടെയെല്ലാം ചുറ്റും നോക്കുമെങ്കിലും അവിടെ എങ്ങും ആരെയും കാണില്ല. എന്നാൽ ഈ വെടിവെപ്പ് ശബ്ദം കേട്ട് പേടിച്ച ജോഡി ഉടനെ തന്നെ ആ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് ഇവിടെ ടോയ്ലറ്റ് ഒന്നും ഇല്ലേ എന്ന് സമാന്തയോട് ചോദിക്കും. എന്നാൽ സമാന്ത പറയും, ഇവിടെ ടോയ്ലറ്റ് ഒന്നുമില്ല, ഞാൻ നിന്നെ പോലെ ഇവിടെ വന്നിട്ട് 1 ദിവസമേ ആവുന്നുള്ളൂ. എന്നാൽ താനിവിടെ പെട്ടു എന്ന് മനസ്സിലാക്കിയ ജോഡി കുറച്ച് മയപ്പെട്ട ശേഷം സമാന്തയുടെ പേരൊക്കെ സമാന്തയോട് ചോദിക്കുന്നുണ്ട്. എന്നാൽ ജോഡിയുടെ കയ്യിലിരിക്കുന്ന ലൈറ്റർ കണ്ട് അത്ഭുതപ്പെട്ട സമാന്ത പറയും, ഞാൻ ഇതുപോലൊരു ലൈറ്റർ എൻ്റെ ലൈഫിൽ തന്നെ കണ്ടിട്ടില്ല, അതിന് അത്ഭുതപ്പെടാൻ എന്താ, ഇതൊരു കോമൺ ലൈറ്റർ ആണെന്ന് ജോഡി പറയും. അപ്പോഴേക്കും സാം അങ്ങോട്ട് കയറി വരും. സാമിനെ കണ്ട ജോഡി ചോദിക്കും, ഇതാണോ നിന്റെ ഹസ്ബൻഡ് എന്ന്. അപ്പോൾ സമാന്ത പറയും, ഇത് സാം ആണ്. അപ്പോൾ സാം പറയും, ഞാൻ നിനക്ക് മുന്നേ ഇവിടെ പെട്ടുപോയ ആളാണെന്ന്. അതിനിടയിൽ ജോഡിയും സാമും പരസ്പരം സംസാരിച്ച് എന്തൊക്കെയോ വാക്ക് തർക്കമൊക്കെ ആകും. ജോഡി അവിടെ നിന്ന് പോണു എന്നും പറഞ്ഞ് പുറത്തേക്ക് പോകുമ്പോൾ സാം പറയും, നീ ഇപ്പോൾ ഇവിടെ നിന്ന് പോയാൽ നീ മരിച്ചു പോകും, അത്ര തണുപ്പാണ് പുറത്തുനിന്ന്. അതും പറഞ്ഞ് തണുപ്പ് കയറാതിരിക്കാനായി സാം അവിടെയെല്ലാം നന്നായി ക്ലോസ് ചെയ്യും. എന്നിട്ട് സാം ജോഡിയോട് പറയും, നീ ബെഡിൽ കിടക്കണ്ട, സമാന്ത പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് അവൾ ബെഡിൽ കിടക്കട്ടെ എന്ന്. അങ്ങനെ അതും പറഞ്ഞ് വീണ്ടും സാമും ജോഡിയും തമ്മിൽ വഴക്കാകും. എന്നാൽ രാവിലെ ഉറക്കത്തിൽ നിന്ന് ഞെട്ടിക്കൊണ്ടുന്ന ജോഡി അവിടെ ഉണ്ടായിരുന്ന ബാക്കി ഫുഡ് കഴിക്കുമ്പോൾ സമാന്ത പറയും, ഫുഡ് വളരെ കുറവാണ്, നോക്കിയും കണ്ടും കഴിക്കണമെന്ന്. എന്നാൽ അപ്പോഴേക്കും ജോഡി സമാന്തയോട് പറയും, ഇന്നലെ ഞാൻ നിന്നെക്കുറിച്ച് ബാഡായി പറഞ്ഞതിനൊക്കെ സോറി എന്ന്. ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ വല്ല വഴിയുമുണ്ടോ എന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് ജോഡി അവിടെ നിന്ന് പുറത്തേക്ക് പോകും. സാമും ജോഡിയും അങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്നും പറഞ്ഞ് അന്വേഷിച്ച് നടക്കുമ്പോൾ പെട്ടെന്ന് സാമിന്റെ കണ്ണിൽ ഒരു ബുള്ളറ്റ് പെടും. അപ്പോഴേക്കും ജോഡി ഒരുപാട് നടന്ന് തളർന്ന് ഡിപ്രസ്ഡ് ആയിരുന്നു. അതിനുശേഷം ജോഡി താൻ ആ ഗ്രോസറിയിൽ നിന്ന് മോഷ്ടിച്ച പണം ഉണ്ടോ എന്ന് നോക്കിയ ശേഷം തിരിച്ച് സമാന്തയുടെ അടുത്തേക്ക് തന്നെ പോകും. നല്ല തണുപ്പുള്ളത് കൊണ്ട് തന്നെ സമാന്ത ജോഡിക്ക് തന്റെ ഒരു സ്വെറ്റർ ചൂടാനായി കൊടുക്കും. എന്നാൽ അപ്പോൾ സമാന്ത ജോഡിയോട് ചോദിക്കും, നീ എന്തിനാണ് ഹാംസ്ബർഗിലേക്ക് വന്നതെന്ന്. എന്നാൽ അപ്പോൾ ജോഡി പറയും, അതിന് ഇത് ഹാംസ്ബർഗ് അല്ലല്ലോ, ഇത് വെർജീനിയ അല്ലേ എന്ന്. അങ്ങനെ അതും പറഞ്ഞ് വീണ്ടും ജോഡി സമാന്തയോട് തർക്കിക്കാൻ തുടങ്ങും. എന്നാൽ ഒരുപാട് ദൂരം ആ ടെന്റ് ഹൗസിൽ നിന്ന് നടന്ന സാം ദാഹിച്ചപ്പോൾ വെള്ളം കുടിച്ച ശേഷം നോക്കിയപ്പോൾ വീണ്ടും താനുള്ളത് ആ ടെന്റ് ഹൗസിന്റെ മുന്നിലാണ്. അവിടെ ജോഡി ഇരിക്കുന്നത് കണ്ട് സാം ജോഡിയുടെ അടുത്തേക്ക് ചെല്ലും. ജോഡിയോട് സാം നീ എന്താ ഇവിടെ വന്ന് ഇരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ ആ സമാന്ത പറയുന്നു, ഇത് ഹാംസ്ബർഗ് ആണെന്ന്. സാം വന്ന് സമാന്തയോട് ഈ സ്ഥലം ഏതാണെന്ന് ചോദിക്കുമ്പോൾ ഹാംസ്ബർഗ് എന്ന് അവൾ പറയും. അപ്പോൾ സാം പറയും, ഇത് ഹാംസ്ബർഗ് അല്ല, സൗത്തക്കോടയാണെന്ന്. എന്നാൽ ഇത് കേട്ട് നിൽക്കുന്ന ജോഡി വന്ന് പറയും, അല്ല, ഇത് വെർജീനിയാണ് എന്ന്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് തങ്ങൾ എന്തോ ട്രാപ്പിലാണ് അകപ്പെട്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിൽക്കുന്നത് അപകടമാണെന്ന് മനസ്സിലാക്കിയ അവർ അവിടെ നിന്നും രക്ഷപ്പെടാനായി ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. അങ്ങനെ ഒരുപാട് ദൂരം നടന്ന ശേഷം
പെട്ടെന്ന് ജോഡി എന്തിലോ തട്ടി വീഴും. അപ്പോൾ അവളുടെ കയ്യിലുള്ള ഡോളേഴ്സ് അവർ കാണും. ഇത്രയും പണം നിനക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് സാം ചോദിക്കുമ്പോൾ അത് നീ അറിയേണ്ട കാര്യമില്ല എന്ന് അവൾ പറയും. ജോഡി എന്തിലാണ് തട്ടി വീണതെന്ന് നോക്കുമ്പോഴാണ് അവർ കാണുന്നത് ഒരു അണ്ടർഗ്രൗണ്ട് ബങ്കറിന്റെ വാതിൽ തട്ടിയാണ് ജോഡി വീണത്. അങ്ങനെ അവർ ആ ബങ്കറിനുള്ളിൽ ഇറങ്ങുമ്പോഴാണ് കാണുന്നത് അവിടെ ആവശ്യത്തിനധികം പാക്കറ്റ് ഫുഡ് ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ഭിത്തിയിൽ ജർമ്മൻ ഭാഷയിൽ എന്തോ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് സമാന്ത വായിക്കുമ്പോൾ ജോഡി ചോദിക്കും നിനക്ക് എങ്ങനെ ജർമ്മൻ അറിയാമെന്ന്. സമാന്ത പറയും എന്റെ ഫാദർ ജർമ്മൻ ആയിരുന്നു എന്ന്. ബംഗറിൽ നിന്നും അവർക്ക് ആവശ്യാനുസരണം ഫുഡും എടുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കാണുന്നത് അവർ വീണ്ടും എത്തിയിരിക്കുന്നത് ആ പഴയ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ. എന്തായാലും ഞങ്ങൾ ഒരു ട്രാപ്പിൽ പെട്ടു എന്ന് മനസ്സിലാക്കി അവർ ആ വീട്ടിലേക്ക് തന്നെ പോയി തങ്ങൾക്ക് കിട്ടിയ ഫുഡും മദ്യവും അവിടെ നിന്ന് കഴിക്കാൻ തുടങ്ങി. അതിനിടയിൽ സാം പറയും ഞാനൊരു ഓർഫൻ ആണെന്ന്. അപ്പോഴേക്കും ജോഡി പറയും വല്ല ഏലിയനും നമ്മളെ പിടിച്ചോണ്ട് വന്നതായിരിക്കുമെന്ന്. ഇതിനിടയിൽ സമാന്ത ജോഡിയോട് പറയും ഞാൻ ഇത്രയധികം പണം കണ്ടിട്ടില്ല നിന്റെ കയ്യിൽ എങ്ങനെയാണ് ഇത്രയധികം പണം വന്നത് എന്ന്. സത്യം പറഞ്ഞാൽ ഞാനും എന്റെ ബോയ് ഫ്രണ്ടും കൂടി ഒരു കടയിൽ നിന്ന് മോഷ്ടിച്ചതാണെന്ന് ജോഡി സമാന്തയോട് പറഞ്ഞ് ആ പണം അവളുടെ കയ്യിൽ കൊടുക്കും. എന്നാൽ ആ നോട്ട് പ്രിന്റ് ചെയ്തിരിക്കുന്ന വർഷം കണ്ട ശേഷം സമാന്ത ജോഡിയോട് പറയും ഇത് കള്ളനോട്ടാണെന്ന് തോന്നുന്നു ഇത് ഫ്യൂച്ചറിലെ ടൈമാണ് ഇതിനകത്ത് പ്രിന്റ് ചെയ്തിരിക്കുന്നതെന്ന്. ഇത് കേട്ട് ജോഡി ആകെപ്പാടെ എംബാരസ്ഡ് ആയി പോകും. എന്നിട്ട് സമാന്ത പറയും അതിനിത് 1962 എന്ന്. എന്നാൽ ജോഡി അപ്പോൾ അവൾ ഇട്ടിരിക്കുന്ന ഡ്രസ്സിലെ വർഷം സമാന്തയ്ക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ അത് 1982. രണ്ടുപേരും ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാതെ നിൽക്കുമ്പോൾ എന്നാൽ സാം അവർ കഴിച്ച മദ്യക്കുപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് 1931 ഉണ്ടാക്കിയതാണെന്ന് പറയുമ്പോൾ ജോഡി അവനോട് ഇത് ഏത് വർഷമാണെന്ന് ചോദിക്കുമ്പോൾ സാം 2012 എന്ന് പറയും. ഇതെന്താ സംഭവിക്കുന്നതെന്ന് അറിയാതെ 3 പേരും കിളിപോയി നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറത്തൊരു ശബ്ദം കേൾക്കും. അവർ ചെന്ന് നോക്കുമ്പോൾ ഒരാൾ തോക്കുമായി അങ്ങോട്ടേക്ക് വരികയാണ്. അവർ 3 പേരും പുറത്തേക്ക് ഇറങ്ങി സറണ്ടർ ആവുമെങ്കിലും അയാൾ അവരെ 3 പേരെയും കെട്ടിയിടും. അതിനുശേഷം ജർമ്മനിയിൽ എന്തൊക്കെയോ പറയും. ജർമ്മൻ സംസാരിക്കാൻ സമാന്തയ്ക്ക് മാത്രമേ അറിയുള്ളൂ. രാവിലെ ആവുമ്പോൾ തോക്കുമായി വന്നവൻ സാമിനെയും പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോകും. സാമിനെ പുറത്തു കൊണ്ടൊരു സ്ഥലത്ത് കെട്ടിയിട്ട ശേഷം അയാൾ വീണ്ടും ആ ഹട്ടിനുള്ളിലേക്ക് വരും. അപ്പോൾ ജോഡി വിശക്കുന്നുവെന്ന് പറയുമ്പോൾ ഒരു ആപ്പിൾ കട്ട് ചെയ്ത് അവളുടെ വായിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ അവളുടെ കഴുത്തിൽ കിടക്കുന്ന നെക്ലേസിലെ ഫോട്ടോ കണ്ടിട്ട് ഇതാരാണെന്ന് ചോദിക്കുന്നത്. ജോഡി അത് തന്റെ ഗ്രാൻഡ് മദർ ആണെന്ന് പറയുമ്പോൾ സമാന്ത അത് ജർമ്മനിയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കും അയാൾ. അപ്പോൾ സമാന്തയുടെ കഴുത്തിലും സെയിം ലോക്കറ്റ് കണ്ട അത് ആരാണെന്ന് ചോദിക്കുമ്പോൾ സമാന്ത പറയും അതെന്റെ മമ്മിയാണ് എന്ന്. സമാന്തയുടെയും ജോഡിയുടെയും കഴുത്തിലുണ്ടായിരുന്ന ലോക്കറ്റിലെ ഫോട്ടോ സെയിം ആയിരുന്നു. അതിനുശേഷം അയാൾ സമാന്തയെയും ജോഡിയെയും കൊണ്ട് സാമിന്റെ അടുത്തേക്ക് വരും. സാമിനെ പുറത്ത് കെട്ടിയിട്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും ആ ജർമ്മൻകാരൻ കാണാതെ തന്റെ കയ്യിലെ കെട്ടഴിച്ച സാം അയാളെ അടിച്ചു വീഴ്ത്തും. അങ്ങനെ തിരിച്ച് വീണ്ടും ആ വീട്ടിലേക്ക് എത്തുമ്പോഴാണ് ആ ജർമ്മൻകാരന്റെ ID കാർഡും അവിടെ ഒരു ലോക്കറ്റും ഇരിക്കുന്നത്. ആ ലോക്കറ്റിലെ ചിത്രം സമാന്തയുടെ മമ്മിയുടേതായിരുന്നു. ജർമ്മൻകാരന്റെ ID കാർഡിൽ ഉണ്ടായിരുന്നത് സമാന്തയുടെ അച്ഛന്റെ പേരും. സമാന്തയുടെ അമ്മ ഗർഭിണിയായിരുന്നപ്പോഴാണ് അയാൾ യുദ്ധത്തിനായി വന്നത്. ആ ജർമ്മൻകാരൻ്റെയും സമാന്തയുടെയും ജോഡിയുടെയും കയ്യിലുണ്ടായിരുന്ന ലോക്കറ്റിലെ ചിത്രവും സെയിം ആയിരുന്നു. ആ ജർമ്മൻകാരൻ സമാന്തയുടെ അച്ഛനായിരുന്നു. അപ്പോൾ സമാന്തയ്ക്ക് മനസ്സിലാവും തനിക്ക് ഫ്യൂച്ചറിൽ ഉണ്ടാകാൻ പോകുന്ന മകളാണ് ജോഡി എന്ന്. ജോഡിയോട് നിന്റെ അച്ഛൻ്റെ പേര് ആൻഡേഴ്സൺ ആണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് പറയും. നിന്റെ അമ്മ എങ്ങനെയാണ് മരിച്ചതെന്ന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പ്രസവത്തോടു കൂടി തന്നെ എൻ്റെ അമ്മ മരിച്ചുപോയി എന്ന് പറയും. അമ്മയെക്കുറിച്ച് എനിക്ക് കൂടുതൽ അറിയില്ല എന്ന് പറയും. ഇത് കേട്ട് സമാന്ത അവിടെ നിന്നും വേദനയോടെ പുറത്തേക്ക് പോകും. അപ്പോൾ സാം പറയും നമ്മൾ 3 പേരും തമ്മിൽ എന്തോ ബ്ലഡ് റിലേഷൻഷിപ്പ് ഉണ്ട് എന്നാണ് എനിക്കും തോന്നുന്നതെന്ന്. അപ്പോൾ ജോഡി കണ്ണു നിറഞ്ഞ് ചോദിക്കും അപ്പോൾ നീ എൻ്റെ മകനാണ് എന്നാണോ പറയുന്നതെന്ന്. അപ്പോൾ സാം പറയും എൻ്റെ അമ്മ ഒരു മോഷ്ടാവായിരുന്നു എന്നും എൻ്റെ ഫാദർ എയർലിങ്ങിനെ വെടിവെച്ച് കൊന്ന അമ്മ ജയിലിലാകും. അങ്ങനെ എനിക്ക് 7 മാസം പ്രായമുള്ളപ്പോൾ അമ്മയെ അവർ തൂക്കിക്കൊല്ലും. എന്നാൽ അമ്മയുടെ മുഖം ഓർമ്മയില്ലെങ്കിലും അമ്മയുടെ കഴുത്തിൽ ഇതുപോലൊരു ലോക്കറ്റ് കണ്ട ഓർമ്മ ഇപ്പോഴും എനിക്കുണ്ട് എന്ന് പറയും. എന്നാൽ ജോഡിയുടെ ബോയ് ഫ്രണ്ടിന്റെ പേരും എയർലിംഗ് എന്നായിരുന്നു. അങ്ങനെ ജോഡി സമാന്തയുടെ അടുത്ത് ചെല്ലുമ്പോൾ സമാന്ത അവളോട് ചോദിക്കും നിന്നെ വളർത്തിയത് എൻ്റെ ഹസ്ബൻഡിന്റെ പാരൻസ് ആണല്ലേ, അവർക്ക് എന്നെ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് എന്നെ പറ്റി നിന്നോട് പറയാതിരുന്നതെന്ന്. അമ്മ മരിച്ച് കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ എൻ്റെ അച്ഛനും മരിച്ചു എന്ന് ജോഡി അപ്പോൾ പറയും. അതിനുശേഷം അവർ 3 പേരും കൂടി സമാന്തയുടെ ഫാദറിന്റെ അടുത്തേക്ക് ചെല്ലും. സമാന്ത ജോഡിയോടും സാമിനോടും പുറത്തു നിൽക്കെ എനിക്ക് കുറച്ച് കാര്യം ഇദ്ദേഹത്തോട് പറയാനുണ്ട് എന്ന് പറയും. അങ്ങനെ പുറത്തു നിന്ന് സാമും ജോഡിയും അകത്ത് കയറി എല്ലാം ഇദ്ദേഹത്തോട് പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ സമാന്ത എല്ലാം ആ ജർമ്മൻകാരനോട് പറഞ്ഞിരുന്നു. എന്നാലും അദ്ദേഹത്തിന് അത്ര വിശ്വാസമായില്ല. എന്നാലും സമാന്ത അയാളുടെ കെട്ടഴിച്ചു വിടും. അയാൾ അവിടെ നിന്നും ഓടിപ്പോകും. എന്നാൽ പെട്ടെന്ന് സമാന്തയുടെ മൈൻഡിൽ അവളുടെ ലൈഫിൽ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന കാര്യം തെളിഞ്ഞു വരും. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ആ വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ടാണ് ആ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയ ശേഷം അവൾ മരിക്കുന്നത്. താൻ മൈൻഡിൽ കണ്ട കാര്യം സമാന്ത സാമിനോടും ജോഡിയോടും പറയും. അപ്പോൾ സാം പറയും ഇത് നമ്മുടെ ഫ്യൂച്ചർ മാറ്റാനുള്ള ഒരു അവസരമാണ്. സമാന്തയുടെ അച്ഛൻ വാറിൽ മരിക്കാതിരുന്നാൽ സമാന്തയുടെ മമ്മി വേറെ കല്യാണം കഴിക്കില്ല. അപ്പോൾ ജൂഡിയെ പ്രസവിക്കുന്ന സമയത്ത് ഉറപ്പായും സമാന്തയുടെ മമ്മി സമാന്തയുടെ കൂടെ തന്നെ കാണും. അവർ സമാന്തയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അങ്ങനെയാണെങ്കിൽ സമാന്ത ജീവനോടെ ഇരിക്കുകയും ചെയ്യും. ജൂഡി അവളുടെ അമ്മയോടൊപ്പം നല്ല കുട്ടിയായി വളരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ജൂഡി എൻ്റെ ഫാദറിനെ കൊല്ലുകയുമില്ല, നമുക്കെല്ലാവർക്കും ഹാപ്പിയായി ജീവിക്കുകയും ചെയ്യാമെന്ന്. ഇങ്ങനെയൊക്കെ നടക്കണമെങ്കിൽ സമാന്തയുടെ അച്ഛൻ മരിക്കാതിരിക്കണം. സമാന്തയുടെ അച്ഛൻ
മരിക്കുന്ന ഡേറ്റ് ഇന്നാണ്. ബോംബിങ്ങിലാണ് സമാന്തയുടെ അച്ഛൻ മരിക്കുന്നത്. അങ്ങനെ അവർ 3 പേരും സമാന്തയുടെ അച്ഛൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ എത്തിയവർ സമാന്തയുടെ അച്ഛനോട് കാര്യം പറയാൻ നോക്കുമെങ്കിലും അയാൾ അവർക്ക് നേരെ വെടിവെക്കാനായി വരും. ഇതിനുശേഷം അയാൾ തോക്കുമെടുത്ത് പുറത്തേക്ക് പോകും. എന്നാൽ നിങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് പോവാൻ പാടില്ല എന്നും പറഞ്ഞ് സാമും ആ ജർമ്മൻകാരനും തമ്മിൽ അടിയാവും. എന്നാൽ അവരെ പിടിച്ചു മാറ്റാൻ വരുന്നതിനിടയിൽ ജോഡിക്ക് ആ ജർമ്മൻകാരൻ്റെയിൽ നിന്ന് വെടികൊള്ളും. അയാൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. സാം ജോഡിയെ എടുത്ത് സമാന്തയുടെ അടുത്ത് കൊണ്ടുവന്ന ശേഷം പറയും, ഇവൾ മരിക്കാതെ നോക്കണം, കാരണം ഇവൾ എൻ്റെ അമ്മയാണ്. ഇവൾ മരിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇല്ലാതെയാകും, പിന്നെ എനിക്ക് അയാളെ തടയാൻ കഴിയില്ല എന്ന്. ഇതും പറഞ്ഞ് സാം സമാന്തയുടെ അച്ഛനെ പിടിക്കാനായി അയാളുടെ അടുത്തേക്ക് ചെന്നു. അയാളെ തടഞ്ഞു നിർത്തിയെങ്കിലും തൻ്റെ കയ്യിൽ കിട്ടിയ തോക്കെടുത്ത് അയാൾ സാമിന് നേരെ വെടിവെച്ചു. എന്നാൽ ആ ബുള്ളറ്റ് കൊള്ളുന്ന സമയത്ത് സാമിൻ്റെ ബോഡി വാനിഷ് ആയിക്കൊണ്ടിരുന്നു. ജോഡി മരിച്ചത് കാരണമാണ് സാം വാനിഷ് ആയി പോയത്. എന്നാൽ അപ്പോഴേക്ക് സമാന്ത അങ്ങോട്ടേക്ക് വന്ന് ജർമ്മനിൽ അയാളോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി. ഉടനെ തന്നെ അയാൾ സമാന്തയും എടുത്ത് ആ ബങ്കറിന്റെ ഉള്ളിലേക്ക് ചാടി. എന്നാൽ അപ്പോഴേക്ക് സമാന്ത വാനിഷ് ആയി പോയിരുന്നു. ബോംബ് വീണെങ്കിലും ബങ്കറിനുള്ളിലായത് കൊണ്ട് തന്നെ അയാൾ രക്ഷപ്പെട്ടു. എന്നാൽ അതിനുശേഷം കാണുന്നത് പുതിയൊരു ജോഡിയെയാണ്. ജോഡി അന്ന് വന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നത്. അതിനുശേഷം അയാളോട് ജോഡി പറയും, ഞാൻ നിങ്ങളെ എവിടെയോ കണ്ടിട്ടുണ്ട് എന്ന്. എന്നാൽ അവിടെ നിന്നും ജോഡി വരുന്നത് തൻ്റെ വയസ്സായ മദർ സമാന്തയുടെ അടുത്തേക്കാണ്. സമാന്തയുടെ അച്ഛൻ അന്ന് രക്ഷപ്പെട്ടത് കൊണ്ട് തന്നെ എല്ലാവരുടെയും ഫ്യൂച്ചർ മാറി. സമാന്ത കല്യാണം കഴിച്ചിട്ടില്ല. ഇനി കല്യാണം കഴിച്ച ശേഷമാണ് സാം ഉണ്ടാകാൻ പോകുന്നത്. അങ്ങനെ അമ്മയും മോളും കൂടി നടന്നു പോകുന്ന സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയായി. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക.